ഇനി സമുദായത്തിന് ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭൗതികമായ പരിജ്ഞാനമുള്ള, സാക്ഷരതയുള്ള, വിവരസാങ്കേതിക വിദ്യയിൽ വിൽപ്പത്തിയുള്ള, നല്ല പൗരബോധമുള്ള, അപകർഷതാബോധം തൊട്ടുതോണ്ടാത്ത നല്ല മുഹക്കിങ്ങളായ ഉലമാക്കളെയാണ് ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടത്. ആ ഉലമാ എന്ന് പറയുന്നത് കർമ്മശാസ്ത്രത്തിലും തഫ്സീറിലും ഹദീസിലും ഇസ്ലാമികമായ സർവ്വവിജ്ഞാനീയങ്ങളിലും ആഴപ്പരപ്പുകൾ താണ്ടിയ വലിയ തഹ്ഖീഖുള്ള പണ്ഡിതന്മാരായിരിക്കണം. ആ പണ്ഡിതന്മാർക്കൊരിക്കലും ഭൗതികമായ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാൻ പാടില്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക എന്നുള്ളതൊരു പോരായ്മയൊന്നും അല്ലെങ്കിൽ കൂടിയും സ്വാഭാവികമായി അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമ്പോൾ രണ്ടിനും കേപ്പബിളായ തുല്യ സാധ്യതയുള്ളവർ എന്ന് വരും. നമുക്ക് ആവശ്യം മുഹഖിഖുകളായ ഉലമാക്കളാണ്. ആ ഉലമാ ഒരു ഭാഗത്തും, മറ്റൊരു ഭാഗത്ത് മതപരമായ ബോധമുള്ള, പ്രതിബദ്ധതയുള്ള, ഉലമായിനെ അനുസരിക്കുന്ന, അദബുള്ള, അങ്ങേയറ്റം ഇത്തരം ഷിആറുകളെ ബഹുമാനിക്കുന്ന ഒരു നല്ല പ്രൊഫഷണൽസ്. ഞാൻ പറയട്ടെ, BA ഇംഗ്ലീഷും BA സോഷ്യോളജിയും BA ഹിസ്റ്ററിയും BA അറബിയും കൊടുക്കുന്ന സ്ഥാനത്ത് നമ്മുടെ നല്ല ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ടത് എന്താ? സയൻസ് അല്ലേ? പ്രൊഫഷണൽ വിദ്യാഭ്യാസമല്ലേ? ഈ വിഷയം നിങ്ങൾ വെച്ചു, എന്നെ വിളിച്ചു, എന്റെ ഒരു ശരി പറയാതെ ഇത് പൂർത്തിയാക്കൽ ഇതിനോട് ചെയ്യുന്ന നീതിയല്ലല്ലോ. ഞാൻ പറയുന്നു അതൊരു വിപ്ലവമേ അല്ല. ഒരു കാലത്ത് അത് വിപ്ലവമായിരുന്നു, ഇപ്പൊ അത് വിപ്ലവമല്ല. നല്ല ഡോക്ടേഴ്സും നല്ല എഞ്ചിനീയേഴ്സും ഒക്കെ ഉണ്ടാകണം, IAS കാരും IPS കാരും ഉണ്ടാകണം. നിയമനിർമ്മാണം